മദർ തെരേസ വിശുദ്ധ പദവിയിലേക്ക് ഈ വർഷം സെപ്റ്റംബർ 4-ന് മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ഭാരതരത്നവും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും അടക്കം നേടിയ മദർ തെരേസയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധിയെന്ന് വിളിക്കപ്പെട്ട മദർ തെരേസയെ കത്തോലിക്ക സഭ പരമോന്നത പദവിയായ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന തീയതിയാണ് വത്തിക്കാൻ ഇന്ന് പ്രഖ്യാപിച്ചത്. മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് ഇന്ന് ചേർന്ന കർദിനാൾ കൺസിസ്റ്ററിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശുപാർശ ചെയ്തത്. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള കർദിനാൾ സംഘത്തിന്റെ തലവനായ കർദിനാൾ ആഞ്ചലോ അമാത്തെ നൽകിയ ശുപാർശ മാർപ്പാപ്പ അംഗീകരിച്ചു. നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അത്ഭുതം ഡിസംബർ 17-ന് മാർപ്പാപ്പ അംഗീകരിച്ചിരുന്നു. ബ്രസീലിലെ സാന്റോ സ്വദേശിയായ മെക്കാനിക്കൽ എഞ്ചിനീയറുടെ തലച്ചോർ സംബന്ധമായ ഗുരുതര അസുഖം ഭേദപ്പെട്ടതാണ് വത്തിക്കാൻ അംഗീകരിച്ചത്. 1910 ഓഗസ്റ്റ് 26-ന് അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് ഗോംസിക് ബേസ്കു ആണ് സിസ്റ്റർ തെരേസയും പിന്നീട് മദർ തെരേസയും ഒടുവിൽ വിശുദ്ധ തെരേസയുമായി മാറിയത്. മിഷൻ പ്രവർത്തനത്തിനായി ഇന്ത്യയിലെത്തിയ മദർ തെരേസ കൽക്കത്തയിലെ തെരുവോരങ്ങളിൽ പ്രവർത്തനം നടത്തുന്നതിനായി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹത്തിന് രൂപം നൽകി. 1997 സെപ്റ്റംബർ 5-നാണ് മദർ തെരേസ മരണമടഞ്ഞത്. ഭാരതരത്നവും സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും അടക്കം മദർ തെരേസയെ തേടിയെത്തിയത് മദറിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സ്വീകാര്യതയാണ് വ്യക്തമാക്കുന്നത്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയായ മദർ തെരേസ ഉൾപ്പെടെ 5 പേരെയാണ് സെപ്റ്റംബർ 4-ന് വിശുദ്ധ പദവിയിലേക്ക് വത്തിക്കാൻ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.